നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വിമൺ ഗ്രേഡ് 2 ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കി. കേരള സർക്കാരിന് കീഴിൽ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വിമൺ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ 3 ഒഴിവാണ് ഉള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് കാലാവധി 1 വർഷം ഉണ്ടായിരിക്കും. കേരള PSC മുഖേനയാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ. 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ളവർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ജയം. സാലറി ഡീറ്റെയിൽസ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് വഴി സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വിമൺ ഗ്രേഡ് 2 തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 70,000 രൂപ വരെ മാസശമ്പളം ലഭിക്കും. ശമ്പളത്തിനു പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. അതുവഴി രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കുക. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. താഴെ സെർച്ച് ബാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് 328/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. നിങ്ങൾ നിശ്ചിത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരാണെങ്കിൽ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് അതിലെ മൗസ് ബട്ടൺ ഇനേബിൾ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അപേക്ഷകൾ 2024 ഒക്ടോബർ 30 രാത്രി 12 മണി വരെ ഓൺലൈൻ വഴി സൗജന്യമായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ഒന്നും ആയില്ലേ? സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഡ്രൈവർ തസ്തികയിൽ 61 ഒഴിവുകൾ നിലവിലുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടക്കുന്ന ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ്. വിശദമായ വിവരങ്ങൾ നോക്കാം. ക്വാളിഫിക്കേഷൻ 9ാം ക്ലാസ് പാസ്, സാധുവായ ഹെവി ഡ്യൂട്ടി ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി 7 വർഷം തികഞ്ഞിരിക്കണം. ഹെവി മോട്ടോർ ലൈസൻസ് കരസ്ഥമാക്കി 3 വർഷമോ അതിലധികമോ കാലയളവ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചേഴ്സ് വാഹനങ്ങളുടെ എൻഡോഴ്സ്മെൻ്റ് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ. ശാരീരിക അളവുകൾ: പൊക്കം 158 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 76 സെൻറ്റിമീറ്റർ, കാഴ്ചശക്തി വിദൂര കാഴ്ച, വലത് കണ്ണ് 6/6, ഇടത് കണ്ണ് 6/6, ഹ്രസ്വദൂര കാഴ്ച, വലത് കണ്ണ് 0.5, ഇടത് കണ്ണ് 0.5. പ്രായം 1/1/2024 ജനുവരി 1-ന് 25-നും 60-നും ഇടയിൽ. ശമ്പളം ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ. സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റു സമുദായക്കാരെയും ഓപ്പൺ വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 10-നകം യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. കേരള സർക്കാരിൻ്റെ
ടൂറിസം വകുപ്പിൽ ഇതാ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു. ടൂറിസം ഇൻഫർമേഷൻ സെൻ്ററുകളിൽ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സിസ്റ്റമായ SIAT വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്: ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ്. ക്വാളിഫിക്കേഷൻ: ടൂറിസത്തിൽ അംഗീകൃത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ബിരുദം അല്ലെങ്കിൽ ടൂറിസത്തിൽ ബിരുദാനന്തര ഡിപ്ലോമ. സാലറി ഡീറ്റെയിൽസ്: നിയമനം കിട്ടുന്നവർക്ക് സ്റ്റൈഫൻ ഉണ്ടാവും. പ്രതിമാസം 15,000 രൂപ. ഏജ് ഡീറ്റെയിൽസ്: ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപരിധി 30/9/2024 പ്രകാരം 30 വയസ്സാണ്. എങ്ങനെ അപേക്ഷിക്കാം? ഓൺലൈൻ അപേക്ഷ SIAT എന്ന പോർട്ടൽ വഴി നൽകാം. രജിസ്റ്റർ ചെയ്ത ശേഷം ഇമെയിൽ വഴി ആക്റ്റീവ് ചെയ്യുക. ശേഷം അപേക്ഷയിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകുക. അപൂർണമായ അപേക്ഷകൾ ചുരുക്കത്തിൽ നിരസിക്കപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യം: ടൂറിസം വകുപ്പിൽ ട്രെയിനിങ് ചെയ്തവർ അപേക്ഷിക്കാൻ യോഗ്യരല്ല. പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ സംസ്ഥാനത്തുടനീളമുള്ള ടൂറിസം വകുപ്പ് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുകളിലും മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഗോവ, മൈസൂർ എന്നിവിടങ്ങളിലും പരിശീലനത്തിനായി ഏർപ്പെട്ടിരിക്കും. സംസ്ഥാനത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറല്ലാത്തവർ അപേക്ഷ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാകുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ടു റിമെമ്പർ: ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 8/10/2024. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മെട്രോയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മാനേജർ, അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യതയുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്നതിനു മുമ്പ് വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുക. 1. അസിസ്റ്റൻ്റ് മാനേജർ പബ്ലിക് റിലേഷൻ E2 ലെവൽ ഡീറ്റെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു. അസിസ്റ്റൻ്റ് മാനേജർ E2, മാനേജർ E3 സേഫ്റ്റി ഡീറ്റെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ്. കൊച്ചി മെട്രോ ഒഴിവുകളിലേക്ക് ആദ്യമായി അപേക്ഷിക്കുന്നവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമേ അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അപേക്ഷകൾ 2024 ഒക്ടോബർ 9 മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. കേരളത്തിൽ സ്ഥിരമായി ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിരവധി ഒഴിവുകളുമായി കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 314/2024 മുതൽ 368/2024 വരെ. ബന്ധപ്പെട്ട യോഗ്യതയുള്ളവർക്ക് ഓൺലൈനിൽ അപേക്ഷ നൽകാം. നിലവിലുള്ള ഒഴിവുകൾ: ആയ, പ്യൂൺ, വാച്ച്മാൻ, ക്ലാർക്ക്, ടീച്ചർ, ഫാർമസിസ്റ്റ്, അസിസ്റ്റൻ്റ് ടെസ്റ്റർ കം ഗൗഗർ, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ, സൂപ്പർവൈസർ, ലെക്ചറർ, അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റൻ്റ് പ്രൊഫസർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ബ്ലാക്ക് സ്മിത്ത് ഇൻസ്ട്രക്ടർ, സെയിൽസ്മാൻ, സെയിൽസ് വിമൻ, മെൻസ്മേറ്റ്, കെമിസ്റ്റ്, റിഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ, അസിസ്റ്റൻ്റ്
ട്രാൻസ്ലേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സെക്യൂരിറ്റി ഓഫീസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്ക് ഒക്ടോബർ 30 വരെ അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG, BTech, ഡിപ്ലോമ, ITI തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരങ്ങൾ. അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയും എല്ലാ വിജ്ഞാപനങ്ങളും യോഗ്യതയും ലഭിക്കാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സന്ദർശിക്കുക. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നിയുക്തി ജോബ് ഫെയർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വെസ്റ്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖാന്തരം നടത്തുന്ന തൊഴിൽമേളയിൽ 70-ൽ പരം കമ്പനികൾ 2000 പരം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, IT, ഹോട്ടൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ, സെയിൽസ് മാർക്കറ്റിംഗ്, മെർച്ചൻ്റ് നേവി മുതലായ സെക്ടറുകളിലെ കമ്പനികൾ. ഉദ്യോഗദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കും പേര് രജിസ്റ്റർ ചെയ്യാൻ www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04952370-176, 2370-178. രജിസ്റ്റർ ചെയ്യേണ്ട വിധം: കോഴിക്കോട് മേഖലയിലെ നിക്തി മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് ജോബ് സീക്കർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.